Good morning, all. Good morning, teacher. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ? നോക്കിയോ? എന്താ പറയാത്തൊന്നും ആരും? നമുക്ക് ഇനി മിസ് എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്ററിന് ഒരു ചെറിയൊരു സെക്ഷനും കൂടി ഉള്ളു അല്ലെ എടുക്കാൻ. ക്വാളിറ്റി അഷുറൻസ് ഓഫ് നാബിലെ നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം മിസ് പറയാൻ വിട്ടുപോയി. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കേട്ടോ. ടീച്ചർ ഇതൊന്നും ബുക്കിനകത്ത് ഇല്ലല്ലോ. തേർഡ് മൊഡ്യൂളിലില്ലേ? തേർഡ് അല്ല, ഫോർത്ത് മൊഡ്യൂളിലാ. അങ്ങനെ പറഞ്ഞേ. ഞാൻ തേർഡ് മൊഡ്യൂളിൽ കിടന്നിട്ട് അപ്പമായിരുന്നു. ഓഡിറ്റ് എടുത്തിട്ടില്ലല്ലോ. ഓഡിറ്റ് എടുത്തിട്ടില്ല. ക്ലിയർ ആയി അമ്പലി? ഓഡിറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇല്ല, ഓഡിറ്റ് മോഡ്യൂൾ 3 അതാരെടുക്ക? അത് സോളിഡ് ടീച്ചറോ അല്ലെങ്കിൽ മെൽറോസ് ടീച്ചർ ആണെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. അതെ, മൊഡ്യൂൾ 4 നോട്ട് എടുത്തിട്ടില്ല, പ്രിന്റ് ഔട്ട് എടുത്തിട്ടില്ല. അടുത്ത ആഴ്ച എടുത്തോളാം, അടുത്ത ക്ലാസ്സിന്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്താണ് ഒരു ഐഡിയ തരുന്നുള്ളൂ. എന്ന് കുറെ ഒരുപാട് ഡിസ്കസ് ചെയ്യാൻ മിസ് കേട്ടോ. ഓക്കെ. ഗുഡ് മോർണിംഗ് മിസ്. ഇത് എല്ലാവരും ലേറ്റ് ആണല്ലോ ഇപ്പൊ ക്ലാസ്സിൽ കയറുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? റെക്കോർഡ് ക്ലാസ് ആണ് കേൾക്കുന്നേ. ഓക്കെ, ഫ്രണ്ട് ഓഫീസ് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് മുതൽ മിസ് എടുക്കാനുള്ളത് 7th മുതൽ അല്ലെ? ഫാർമസി വരെ പറഞ്ഞില്ലേ മിസ്? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് മിസ് ഫാർമസിയിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് വരെ പറഞ്ഞില്ലേ? നെക്സ്റ്റ് ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസിലെ പ്രവർത്തനങ്ങൾ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നത് ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ്. എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഫ്രണ്ട് ഓഫീസർ ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്, ഔട്ട് പേഷ്യന്റ് സെക്ഷനിൽ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നടത്തുന്നുണ്ട്, സർവേ നടത്തുന്നുണ്ട്. സാറ്റിസ്ഫാക്ഷൻ സർവേ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഹോസ്പിറ്റലില്? സാറ്റിസ്ഫാക്ഷൻ സർവേ അതെ, മിസ് ഫാർമസിയില ഇതുണ്ടോ? ലാബ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അല്ല മിസ് തുടങ്ങിയത്, അതിൽ ഫാർമസി വരെ മിസ് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഫ്രണ്ട് ഓഫീസ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിന് അതൊരു ഹെൽപ്പ് അല്ല. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കില്ലേ, അതിനുശേഷം നമ്മൾ ഇതിന് ഫീഡ്ബാക്ക് എടുക്കാറില്ല ഹോസ്പിറ്റലുകാര്. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആണോ അല്ലെ? അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഡോക്ടറെ പെട്ടെന്ന് തന്നെ കാണാൻ സാധിച്ചോ? എന്താണ് ഹോസ്പിറ്റലിലെ ക്ലീൻനെസ്സുമായിട്ട്, ശുചിത്വമായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ പറഞ്ഞായിട്ട് കുറച്ച് ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ട് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഒരു സർവേ? ക്വാളിറ്റി അഷുറൻസ് ഓഫ് നാബ് ഫോം ഫില്ല് ചെയ്തല് നമ്മൾ എന്ത് ചെയ്യും? സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിന് നേരെ ഇങ്ങനെ ടിക്ക് ചെയ്തൊക്കെ കൊടുക്കുന്നത് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ഫീഡ്ബാക്ക് കൊടുക്കാം. ചെയ്തിട്ടുണ്ടോ?
ഡിസ്ചാർജ് ടൈമിൽ നമുക്ക് ഒരു ഫോം തരും. അപ്പൊ എന്താണ് അവർക്ക് അമൃത ഹോസ്പിറ്റൽ അല്ലെ, മിക്ക ഹോസ്പിറ്റലിൽ നടത്തേണ്ട നമ്മളെ അവിടെ അഡ്മിറ്റ് ആക്കിയിട്ട് ഡിസ്ചാർജിന്റെ സമയത്ത് അവർക്ക് അവിടുത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ വേണ്ടിയിട്ട് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണോ, അവിടെ ഏതെങ്കിലും പ്രവർത്തനത്തിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടോ അല്ലെ, പിറ്റ്ഫോൾസ് പഴുതുകൾ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് ഫ്രണ്ട് ഓഫീസിലെ പ്രവർത്തനങ്ങളിൽ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്സ്. ഡോക്ടർ അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി അപ്പോയിന്റ്മെന്റ്സ് പരിഗണിക്കാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നമ്മ അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി റിസപ്ഷനിലൊക്കെ നിൽക്കില്ലേ, ഫ്രണ്ട് ഓഫീസ് റിസപ്ഷനില് ഡോക്ടർ അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എത്ര സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ വേണ്ടി എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട് ഓഫീസിൽ 2 ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആണ് പറയുന്നത്. ഔട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്, വെയിറ്റിംഗ് ടൈം വിത്ത് റിഗാർഡ് ടു ഡോക്ടർ അപ്പോയിന്റ്മെന്റ്സ്. ഡോക്ടർ അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നതിന് വേണ്ടി എത്ര ടൈം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് MRD, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, കഴിഞ്ഞില്ലേ നിങ്ങളുടെ ചാപ്റ്റർ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞില്ലേ? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് അത് നോക്കുന്നത് ആരാ? ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കും. മറ്റേ പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് വിത്തൗട്ട് ഡിസ്ചാർജ് സമ്മറി, ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടുത്താതെ എത്ര മെഡിക്കൽ റെക്കോർഡ്സുകൾ ഉണ്ട് അതിന്റെ പെർസെന്റേജിൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞു എല്ലാ ഹോസ്പിറ്റലിലും എന്ത് ചെയ്യണമെന്ന്, പേഷ്യൻസിനെ ഡിസ്ചാർജ് ആക്കി കഴിഞ്ഞാൽ അവരുടെ മെഡിക്കൽ റെക്കോർഡില് ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞില്ലേ? ഡിസ്ചാർജ് പ്രോസസ് എടുത്തപ്പോ മിസ് പറഞ്ഞില്ലേ, അതിന്റെ കോപ്പി അവർ എന്ത് ചെയ്യും, അവരുടെ മെഡിക്കൽ റെക്കോർഡിൽ ഇൻക്ലൂഡ് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടുത്താത്ത എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ട് അതിന്റെ പെർസെന്റേജ്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് നോട്ട് ഹാവിംഗ് ICD കോഡിംഗ്. ICD കോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്, International Classification of Disease. മിസ് എടുക്കുന്നത് ക്വാളിറ്റി അഷുറൻസ് ഓഫ് NAB. മിസ് എടുത്തുകൊണ്ടിരുന്ന ചലച്ചില്ലേ, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. മിസ്സിന്റെ ചെറിയൊരു സെക്ഷനും കൂടി ഉണ്ട്. മിസ് ഫ്രണ്ട് ഓഫീസ് മുതലാ 7th പോയിന്റ് മുതലാണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ 7th മുതലാണ് എടുക്കുന്നത് കേട്ടോ. ICD മിസ് പറയാ. ICD എന്ന് പറഞ്ഞാല് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. ഇന്റർനാഷണൽ ലെവലില് നമ്മളെ അസുഖങ്ങളിലെ അസുഖങ്ങളെ കോഡിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ മെഡിക്കൽ റെക്കോർഡുകളില് ഡോക്ടേഴ്സ് ഈ ICD കോഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. മരുന്ന് രോഗത്തിന്റെ പേര് എഴുതുന്നതിന് പകരം അവർ എന്തുപയോഗിക്കുന്നു? ICD കോഡിംഗ് ഉപയോഗിക്കുന്നു. അപ്പൊ അങ്ങനെ ICD കോഡിംഗ് ഉൾപ്പെടുത്താത്ത എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ലിവർ ഡിസീസ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ലിവർ ഡിസീസ്, അതിനൊക്കെ K70, K71 അങ്ങനെയൊക്കെയാണ് ICD കോഡ് ചെയ്യുന്നത്. അതേപോലെ കാർഡിയാക് ഇൻസഫിഷ്യൻസിക്ക് 150 എന്നാണ് കോഡ് ചെയ്യുന്നത്. അതേപോലെ ഓരോ അസുഖത്തിനും ഓരോ കോഡുകളാണ് മെഡിക്കൽ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? മെഡിക്കൽ റെക്കോർഡുകളിൽ ICD കോഡിംഗ് ഉൾപ്പെടുത്താത്ത രോഗത്തെ കുറിച്ച് ICD കോഡിംഗ് ചെയ്യാത്ത എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇംപെർഫെക്റ്റ് ആൻഡ് ഇംപ്രോപ്പർ കൺസേൺ. മിസ് നേരത്തെ പറഞ്ഞത് എന്താണ്? ഇംപെർഫെക്റ്റ് അല്ലായിട്ട് കറക്റ്റ് അല്ലാത്ത രീതിയിൽ ഇംപ്രോപ്പർ ആയിട്ടുള്ള സമ്മതത്തോടെ അല്ലാതെ എത്ര മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട് പേഷ്യൻസിനെ കുറിച്ചുള്ള അസുഖങ്ങൾ, അവരുടെ സോഷ്യൽ ഡാറ്റാസ്, അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി
കൂടാതെ എന്താണ് ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ ഉൾപ്പെടുത്താത്ത എത്ര മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ICD കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ അസുഖങ്ങളില്ലേ, ഹോസ്പിറ്റലിലൊക്കെ പല പേഷ്യൻസിനും പല അസുഖങ്ങളായിരിക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, ഓരോ പേഷ്യൻസിന്റെയും മെഡിക്കൽ റെക്കോർഡുകളിൽ അവർ ഡിസീസിന് കൂടി എന്ത് എഴുതും, ആ ICD കോഡിംഗ് എഴുതുന്നുണ്ട്. അപ്പൊ മിസ് പറഞ്ഞില്ലേ കുറച്ച് ICD കോഡിംഗ്, നിങ്ങൾ അത് പഠിക്കട്ടോ. ICD കോഡിംഗ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. എക്സാമ്പിൾ ഒന്നും പഠിച്ചു വെക്കണ്ട കേട്ടോ, ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. കാർഡിയാക് ഇൻസഫിഷ്യൻസി ഈ 150 എന്നാണ് പറയുന്നത്. അതേപോലെ ലിവർ ഡിസീസ് ഇല്ലേ, കരൾ സംബന്ധമായ അസുഖങ്ങൾക്ക് K70 or K71 ഒക്കെയാണ് പറയുന്നത്. പിന്നെ സ്ട്രോക്കിന് 160/164 അങ്ങനെയൊക്കെയാ പറയുന്നത് കേട്ടോ. അപ്പൊ പല അസുഖത്തിനും പല കോഡുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ അബ്രിവേഷൻ യൂസ് ചെയ്യാറില്ലേ, അബ്രിവേഷൻ പഠിച്ചില്ലേ, ടെർമിനോളജി ഇല്ല, അബ്രിവേഷൻസ് പഠിച്ചില്ലേ, അബ്രിവേഷൻസ് പഠിച്ചു അല്ലെ, പ്രിഫിക്സ് പഠിച്ചു, സഫിക്സ് പഠിച്ചു അല്ലെ. അതേപോലെ ഓരോ അസുഖങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, കോഡിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, ഇങ്ങനെ ഡിസീസിന്റെ കോഡിംഗ് ഉൾപ്പെടുത്താത്ത എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഹോസ്പിറ്റലിൽ തയ്യാറാക്കിയിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. ക്ലിയർ ആയോ? അത് നെക്സ്റ്റ്, പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ലാതെ ഇംപെർഫെക്റ്റ് ആയിട്ട് എന്താണ് എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഹോസ്പിറ്റലിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഒരു മെഡിക്കൽ റെക്കോർഡില് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം, പേഷ്യൻസിനെ കുറിച്ചുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. പ്രീവിയസ് ഹിസ്റ്ററി അല്ലെ, പേഷ്യൻസിന്റെ പ്രീവിയസ് ഹിസ്റ്ററി വേണ്ടേ, പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നുകൾ അല്ലെ, മെഡിക്കേഷൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ വേണ്ടേ, ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് അല്ലെ, പേഷ്യൻസിന്റെ എന്താണ് സോഷ്യൽ ഡാറ്റാസ് എല്ലാം ഉൾപ്പെടുത്തണ്ടേ. ഇപ്പൊ ഒരു മെഡിക്കൽ റെക്കോർഡില് പേഷ്യൻസിന്റെ മെഡിക്കേഷൻസിനെ കുറിച്ചുള്ള വിവരങ്ങളില്ല, ലാബ് ടെസ്റ്റുകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകൾ ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ ആ മെഡിക്കൽ റെക്കോർഡ് കംപ്ലീറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ, നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, അങ്ങനെ പേഷ്യൻസിന്റെ മുഴുവൻ വിവരങ്ങളും ഉൾപ്പെടുത്താതെ ഇംപെർഫെക്റ്റ് ആയിട്ട് എത്ര മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ്, പെർസെന്റേജ് ഓഫ് മിസ്സിംഗ് റെക്കോർഡ്സുകൾ. പേഷ്യൻസിന്റെ ഏതെങ്കിലും പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ മിസ്സിംഗ് ആയിട്ടുണ്ടോ അല്ലെ, കാണാതായിട്ടുണ്ടോ, അത് എത്ര പെർസെന്റേജ് ഉണ്ട്, എത്ര പേരുടെ അങ്ങനെ കാണാതായിട്ടുണ്ട്. നെക്സ്റ്റ്, ബെഡ് ഓക്യുപ്പൻസി റേറ്റ്. The bed occupancy rate BOR percentage is a measure of utilization of the available bed capacity in a hospital. ഒരു ഹോസ്പിറ്റലില് അവൈലബിൾ ആയിട്ടുള്ള ആ ബെഡ്സിന്റെ കപ്പാസിറ്റി എത്രത്തോളം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അതിനെയാണ് ബെഡ് ഓക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിൽ 100 ബെഡ് ഉണ്ട്, 100 ബെഡ് ഉണ്ടെങ്കിൽ അതിൽ എത്ര ആളുകളെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് നോക്കില്ലേ, എത്ര പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ, എത്ര ബെഡിൽ ആളുണ്ട് നോക്കൂലേ. അപ്പൊ അതിനെയാണ് ബെഡ് ഓക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിനെ അടിസ്ഥാനമാക്കിയാണ് നോക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, it denotes the percentage of beds occupied by patients in a defined period of time, normally a year. എന്താണ് ഇത്, ഒരു നിശ്ചിത കാലയളവിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ബെഡിൽ എത്ര പേര് ഒരു ഹോസ്പിറ്റലിൽ എത്ര പേര് അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് നോക്കുന്നത്. നോർമലി എങ്ങനെയാണ് നോക്കുന്നത്, ഒരു വർഷത്തിന്റെ കാലയളവ് അനുസരിച്ചായിരിക്കും നോക്കുന്നത്. ഒരു വർഷത്തിനുള്ളില് ഹോസ്പിറ്റലില് എത്ര പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ക്ലിയർ ആയോ? അതാണ് ബെഡ് ഓക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത്. ഒരു വർഷത്തിനുള്ളില് എന്താണ് രോഗികൾ താമസിക്കുന്ന ഒരു ഹോസ്പിറ്റലില് എത്ര പേഷ്യൻസിനെ
അവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ക്ലിയർ ആയത്? അവിടുത്തെ ബെഡ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിലെ ബെഡ് ഓക്യുപ്പൈ ചെയ്യാം എന്ന് പറഞ്ഞാൽ എന്താ? താമസിപ്പിക്കുക അല്ലെ? അപ്പൊ എപ്പോഴാണ് അവർ താമസിപ്പിക്കുന്നത്? ഹോസ്പിറ്റലിൽ താമസിപ്പിക്കുന്നത് എപ്പോഴാ? പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുമ്പോഴല്ലേ? ആണോ? അപ്പൊ എന്താ? ഒരു വർഷത്തിനുള്ളില് എത്ര പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, അവര് അവിടുത്തെ ബെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ലെങ്ത് ഓഫ് സ്റ്റേ. ലെങ്ത് ഓഫ് സ്റ്റേയുടെ നോക്കുന്നുണ്ട്. LOS കേട്ടാ. ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് ഉദ്ദേശിക്കുന്നത് LOS. എന്താണ്? പേഷ്യൻസിനെ ചിലപ്പോ ഒരു 3 ദിവസം അല്ലെ, അല്ലെങ്കിൽ 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസമൊക്കെ അല്ലേ അഡ്മിറ്റ് ആക്കുന്നത്. അങ്ങനെ ലെങ്ത് ഓഫ് സ്റ്റേ, പേഷ്യൻസിന്റെ ലെങ്ത് ഓഫ് സ്റ്റേ. നെക്സ്റ്റ് മോർട്ടാലിറ്റി റേറ്റ്. എന്താണ്? മരണനിരക്ക് അല്ലെ? ഹോസ്പിറ്റലില് എത്ര പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് അഡ്മിറ്റ് ആക്കിയതിന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതിന് ശേഷം എത്ര പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് പ്രൊപ്പോർഷണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അല്ലെ? ജനന മരണനിരക്ക്. ഹോസ്പിറ്റലിലെ ജനന മരണനിരക്ക് നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പ്രൊപ്പോർഷണൽ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണനിരക്ക്. ഇതൊക്കെയാണ് MRDയിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് കേട്ടോ. ഇതൊക്കെയാണ് ഡിസ്ചാർജ് സമ്മറി ഉൾപ്പെടുത്താത്ത എത്ര മെഡിക്കൽ റെക്കോർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ICD കോഡിംഗ് ഇല്ലാത്ത, ഉൾപ്പെടുത്താത്ത എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ട്. നെക്സ്റ്റ് എന്താണ്? ഇംപെർഫെക്റ്റ് ആയിട്ട് ശരിയായ രീതിയിലല്ലാതെ എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഹോസ്പിറ്റലിൽ തയ്യാറായിട്ടുണ്ട്. പേഷ്യൻസിനെ കുറിച്ചുള്ള കറക്റ്റ് ഇൻഫർമേഷൻസ് അല്ലെ, അവരെ കുറിച്ചുള്ള മുഴുവൻ ഇൻഫർമേഷൻസും ഉൾക്കൊള്ളിക്കാത്ത. നെക്സ്റ്റ് എത്ര പേരുടെ മെഡിക്കൽ റെക്കോർഡുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, മിസ്സായിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ മിസ്സായിട്ടുണ്ട്. നെക്സ്റ്റ് ബെഡ് ഓക്യുപ്പൻസി റേറ്റ്, അതായത് ഒരു ഹോസ്പിറ്റല് ഒരു വർഷത്തിനുള്ളിൽ എത്ര പേരെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് റേറ്റ് നോക്കുന്നു. നെക്സ്റ്റ് ലെങ്ത് ഓഫ് സ്റ്റേ, ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ ലെങ്ത് ഓഫ് സ്റ്റേ. നെക്സ്റ്റ് മോർട്ടാലിറ്റി റേറ്റ്, മരണനിരക്ക്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് അല്ലെ? ജനന മരണ, ഹോസ്പിറ്റലിലെ ജനന മരണനിരക്ക് നോക്കുന്നു. നെക്സ്റ്റ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണനിരക്ക്. ക്ലിയർ ആയത്? ഇതൊക്കെയാണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. നെക്സ്റ്റ് പറയുന്നത് HRM. HRM എന്താണ്? പറഞ്ഞേ, നിങ്ങൾ പഠിച്ചതാണ്. HRM പറയും. HRM ഹോസ്പിറ്റൽ HRM എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലേ? ഓക്കെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്, പെർസെന്റേജ് എന്ന് വെച്ചാൽ നമ്മ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നോക്കുന്നില്ലേ? നിങ്ങൾക്ക് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേനെ കുറിച്ച് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട് കേട്ടോ, 4th മൊഡ്യൂളില് മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ എന്താണ് നമ്മ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ, ഹോസ്പിറ്റലിലെ പേഷ്യൻസ് വരുമ്പോൾ അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അവർക്ക് എന്തിൽ നിന്നൊക്കെ ആയിരിക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്? ഇപ്പൊ നമ്മ ഒരു പേഷ്യൻസ് ആണെന്ന് വിചാരിക്കാം, നമ്മ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് എന്തിൽ നിന്നൊക്കെ ആയിരിക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടേണ്ടത്, സംതൃപ്തി ലഭിക്കേണ്ടത്? അല്ലേ? നമുക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ടോ ഒരുപാട്? ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് എക്സ്പെക്ടേഷൻസ് ഉണ്ടോ? എന്താണെന്ന് ആരും ഉഷാറില്ലല്ലോ. എക്സ്പെക്ടേഷൻസ് ഉണ്ടോ? ഉണ്ട്. സ്റ്റാഫിന്റെ ബിഹേവിയർ അല്ലെ, ട്രീറ്റ്മെന്റ്, ടൈം അല്ലെ, വെയിറ്റിംഗ് ടൈംസ്. അപ്പൊ എന്താ അതിനെ കുറിച്ചൊക്കെയാണ് പേഷ്യൻസിൽ നിന്ന് സർവേ എടുക്കുന്നത്.
നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടി എത്ര സമയം ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് ക്വാളിറ്റി ഉള്ള ട്രീറ്റ്മെന്റ് ആണ് കിട്ടിയിരിക്കുന്നത്, ഇവിടുത്തെ സർവീസുകളിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അല്ലെ, അങ്ങനെയൊക്കെ ആയിരിക്കും അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതേപോലെ എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളിൽ നിന്നും സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നുണ്ട്. അതാണ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്. ക്ലിയർ ആയോ? ഫുഡ് ആൻഡ് അക്കോമഡേഷൻ മാത്രമാണ് അവിടുത്തെ വർക്കിംഗ് എൻവയോൺമെന്റിനെ കുറിച്ചൊക്കെ ചോദ്യം ചോദിക്കില്ലേ സർവേയില് സ്റ്റാഫുകൾക്ക്. അപ്പൊ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ് അപ്പൊ എന്താണ്, പേഷ്യൻസിന്റെ മാത്രം സാറ്റിസ്ഫാക്ഷൻ അല്ല ഹോസ്പിറ്റലിൽ നോക്കുന്നത് അല്ലെ, അവിടെയുള്ള സ്റ്റാഫുകളെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ഇൻഡെക്സ്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. എത്ര പേര് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളിൽ സാറ്റിസ്ഫൈഡ് ആണ്, അത് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നോക്കുന്നുണ്ട് കേട്ടാ. നെക്സ്റ്റ് എംപ്ലോയി അട്രീഷൻ റേറ്റ്. എംപ്ലോയി അട്രീഷൻ റേറ്റ് എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിനല്ല ഏതൊരു കമ്പനി ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈം ഉണ്ടാവില്ലേ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട്, 1 വർഷം അല്ലേ 2 വർഷം ഇല്ലേ, അതിക്ക് മുമ്പ് അവർ അവിടുന്ന് ലീവ് ചെയ്ത് പോവാ, ജോലി ഉപയോഗിച്ച് ഒന്നിൽ റിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ജോലി ഉപയോഗിച്ച് അവിടുന്ന് പോകില്ല അവര്. എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം അവർ ആ ടൈം പീരീഡ് കംപ്ലീറ്റ് ചെയ്യാതെ അവർ അവിടെ നിന്ന് പോകുന്നത്? ചിലപ്പോ എന്താണ് വേജസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക അല്ലെ, സാലറിയില്. പിന്നെ അവിടുത്തെ വർക്കിംഗ് എൻവയോൺമെന്റ് ന്യൂ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോ വേണം. പിന്നെ എന്താണ് അവിടുത്തെ വർക്കിംഗ് എൻവയോൺമെന്റ് ബിഹേവിയർ അല്ലെ, മാനേജ്മെന്റിൽ നിന്നുള്ള ബിഹേവിയർ അല്ലെ. പല കാരണം കൊണ്ട് എന്താണ് എംപ്ലോയീസ് അട്രീഷൻ റേറ്റ് സംഭവിക്കാം, വർക്കിംഗ് ടൈം. അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്താണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു സ്റ്റാഫ് അവരുടെ വർക്കിംഗ് ആ പീരീഡ് കംപ്ലീറ്റ് ചെയ്യാതെ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് ലീവ് ചെയ്തു പോകുന്നത്. നെക്സ്റ്റ് എംപ്ലോയി ആബ്സെന്റീസം റേറ്റ് അല്ലെ, ഒരു ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളിൽ എത്ര ആബ്സെന്റീസ് അല്ലെ, ഒരുപാട് പേര് ആബ്സെന്റ് ആവുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് എംപ്ലോയി ഹു ആർ ഇൻഫോംഡ് ഓഫ് എംപ്ലോയി റൈറ്റ്സ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് വെൽഫെയർ സ്കീം. എന്താണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്തറിയണം, അവരുടെ റൈറ്റ്സിനെ കുറിച്ച് അല്ലേ, അവകാശങ്ങളെ കുറിച്ച്, അവരുടെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങളെ കുറിച്ച്, വെൽഫെയർ സ്കീമുകളെ കുറിച്ചൊക്കെ അവർക്ക് അറിവുണ്ടായിരിക്കണ്ടേ. ഇപ്പൊ എന്താണ് വെൽഫെയർ സ്കീം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മിക്ക ഹോസ്പിറ്റലും ESI പോലെയുള്ള കുറെ ബെനിഫിറ്റ്സുകൾ ഉണ്ട് അല്ലേ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടി. ഓക്കെ, അപ്പൊ എന്താണ് അത് എത്ര പേർക്ക് അതിനെ സ്റ്റാഫുകളുടെ റൈറ്റ്സിനെ കുറിച്ച് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് അവർക്കുള്ള വെൽഫെയർ സ്കീമുകളെ കുറിച്ച് എത്ര പേർക്ക് അറിവുണ്ട്, വ്യക്തമായ നോളജ് ഉണ്ട്. നെക്സ്റ്റ് പെർസെന്റേജ് ഓഫ് സ്റ്റാഫ് പ്രൊവൈഡഡ് ഫ്രീ എക്സ്പോസർ പ്രൊഫിലാക്സിസ്. ഇപ്പൊ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും, ഇപ്പൊ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ എല്ലാ സ്റ്റാഫുകൾക്കും ഈ ആന്റിബയോട്ടിക്സുകള് കൂടുതൽ ഇതുള്ള ആന്റിബയോട്ടിക്സുകളൊക്കെ പേഷ്യൻസിന് കൊടുക്കാൻ സാധിക്കുമോ, ഇഞ്ചക്ഷൻ ഒക്കെ? അതിന് കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെയുള്ള പ്രോ എക്സ്പോസർ പ്രൊഫിലാക്സിസ് മരുന്നുകള് എത്ര സ്റ്റാഫുകള് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പേഷ്യൻസിന് നൽകുന്നുണ്ട്, അതിന്റെ പെർസെന്റേജ് നോക്കുന്നുണ്ട്. ക്ലിയർ ആയോ? HRM ക്ലിയർ ആയോ? നെക്സ്റ്റ് ഡിസ്ചാർജ് സമ്മറി. 5th പറയണം, പെർസെന്റേജ് ഓഫ് സ്റ്റാഫ് പ്രൊവൈഡഡ് ഫ്രീ എക്സ്പോസർ പ്രൊഫിലാക്സിസ് എന്ന് വെച്ചാൽ പ്രൊഫിലാക്സിസ് ഫ്രീ എക്സ്പോസർ പ്രൊഫിലാക്സിസ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന് കൊടുക്കുന്ന ഹൈ ഡോസേജ് ഉള്ള ആന്റിബയോട്ടിക്സുകളൊക്കെ ഇല്ലേ, ആ ആന്റിബയോട്ടിക്സുകള് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകൾക്കും കൊടുക്കാൻ സാധിക്കും, എല്ലാ നഴ്സുമാർക്കും. കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും അല്ലെ കൊടുക്കുന്നത് അല്ലെ, ആണോ?
അപ്പൊ അങ്ങനെയുള്ള ആന്റിബയോട്ടിക്സുകൾ എത്ര സ്റ്റാഫുകൾ പേഷ്യൻസിന് നൽകുന്നുണ്ട് അതിന്റെ പെർസെന്റേജ് നോക്കുന്നു. എത്ര സ്റ്റാഫുകൾ പ്രൊഫിലാക്സിസ് ആന്റിബയോട്ടിക്സുകൾ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഡിസ്ചാർജ് സമ്മറി, ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ്. ഡിസ്ചാർജ് സമ്മറിയിലെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഒരെണ്ണം ഉള്ളൂ കേട്ടോ. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്, ഡിസ്ചാർജിന് വേണ്ടി എത്ര സമയം എടുത്തിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം മിക്ക ഹോസ്പിറ്റലിലും ഡിസ്ചാർജിന് വേണ്ടി ഒരുപാട് സമയം എടുക്കും അല്ലെ. നമുക്ക് മോർണിംഗ് ഒരു 10-11 മണിയാകുമ്പോഴത്തേനും ഡിസ്ചാർജ് ആയിട്ടുണ്ടെങ്കിലും നമ്മൾ ഈവനിങ് ആവും പോകുമ്പോ അല്ലെ. അപ്പൊ എന്താണ് അങ്ങനെ ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ്, ഡിസ്ചാർജിന് വേണ്ടി എത്ര സമയം എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ്, ക്വാളിറ്റി റെപ്രസെന്റേറ്റീവ്സ് ആണ് നോക്കുന്നത്. മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് എന്താണ്? നിങ്ങൾ പഠിച്ചല്ലോ, മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ പഠിച്ചില്ലേ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ്. മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ പഠിച്ചില്ലേ? റിപ്പയർ അല്ലെ. എന്താണ് നമ്മുടെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റുകൾക്ക് മെയിൻ്റെനൻസ് വരാം അല്ലെ. റിപ്പയർ വരാം, മെയിൻ്റെനൻസ് വരാം. ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ ടൈം അല്ലെ. ഒരു ക്രിട്ടിക്കൽ എക്യുപ്മെന്റ് എത്ര സമയം ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട് അല്ലെ, പ്രവർത്തിക്കാതിരുന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള എക്യുപ്മെന്റ് ആണ് ഹോസ്പിറ്റലിലെ ക്രിട്ടിക്കൽ എക്യുപ്മെന്റ്. ബയോമെഡിക്കൽ എക്യുപ്മെന്റ് ഓർ ജനറൽ എക്യുപ്മെന്റ് അല്ലെ. ജനറൽ ആയിട്ടുള്ള എക്യുപ്മെന്റുകളും ബയോമെഡിക്കൽ എക്യുപ്മെന്റുകളൊക്കെ എത്ര സമയം പ്രവർത്തിക്കാതെ ഇരുന്നിട്ടുണ്ട്. നെക്സ്റ്റ് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ, സ്കാനിങ് മെഷീൻ. നെക്സ്റ്റ് എക്യുപ്മെന്റ് യൂട്ടിലൈസേഷൻ റേറ്റ്. എക്യുപ്മെന്റ് ഹോസ്പിറ്റൽ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള എക്യുപ്മെന്റുകൾ ഉണ്ടല്ലോ. ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട്, ICUയിലുണ്ട്, വെന്റിലേറ്ററിലുണ്ട് അല്ലെ. ജനറൽ എക്യുപ്മെന്റുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എക്യുപ്മെന്റുകൾ എത്രമാത്രം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഉപയോഗിച്ചിട്ടുണ്ട്. ക്ലിയർ ആയോ? എലിജിബിലിറ്റി ടു അപ്ലൈ ഫോർ ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ. ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടി, അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഹോസ്പിറ്റലുകാർക്ക് എന്തെല്ലാം യോഗ്യതകളാണ് ഉണ്ടായിരിക്കേണ്ടത്? എലിജിബിലിറ്റി. Next, healthcare organization HCO that satisfy the following requirements. എന്ത് ചെയ്യണം? ഹോസ്പിറ്റൽ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ നിറവേറ്റിയിട്ടുണ്ടായിരിക്കണം. എന്തൊക്കെയാണെന്ന് നോക്കിയേ. Currently in operation as a healthcare provider, it should be above 50 beds. Since hospital below 50 beds will come under SHCO standards. എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിൽ 50 ബെഡിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ 50ൽ കുറവാണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? SHCO അല്ലെ, സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അല്ലെ. അപ്പൊ അതെന്ത് വരുന്ന? 50 ബെഡിൽ കുറവാണെങ്കിൽ അത് സ്മോൾ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനദണ്ഡങ്ങൾക്ക് കീഴിലായിരിക്കും വരുന്നത്. രണ്ടിനും രണ്ട് രീതിയിലുള്ള ക്രൈറ്റീരിയ ആണ് നാബ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ എന്താ? 50 ബെഡിൽ കൂടുതൽ HCO ആണെങ്കിൽ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണെങ്കിൽ 50 ബെഡിൽ കൂടുതൽ വേണം. അതല്ല 50 ബെഡിൽ കുറവാണെങ്കിൽ അതെന്താണ്? SHCOയുടെ മാനദണ്ഡങ്ങളായിരിക്കും പാലിക്കേണ്ടത്. ക്ലിയർ ആയോ? നമ്മ പറയുന്നത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണല്ലേ. SHCO ആണോ പറയുന്നത്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത്? ഒരു 50 ബെഡിൽ കൂടുതൽ വേണം അല്ലെ. നെക്സ്റ്റ് പറയുന്നത് the hospital has the minimum volume of patients which will evaluate the quality of care given to the patients which is presently 30%.
രോഗികൾക്ക് നൽകുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരം വിലയിരുത്തുന്ന ഏറ്റവും കുറഞ്ഞ രോഗികളുടെ എണ്ണം ആശുപത്രിയിലുണ്ട് അല്ലെ. ഒരു ഹോസ്പിറ്റലില് പേഷ്യൻസിന് നൽകുന്ന ഗുണനിലവാരം നോക്കണമെങ്കിൽ അതിന് ഇത്ര പേഷ്യൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു അളവുണ്ട്, വോള്യം ഉണ്ട്. അതെത്രയാണ്? വിച്ച് ഈസ് പ്രസന്റലി 30%. 30% പേഷ്യൻസിന് എങ്ങനെയുള്ള പരിചരണമായിരിക്കണം കൊടുക്കേണ്ടത്? ഒരു ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിൽ എത്ര ശതമാനം ആളുകൾക്ക് നല്ല പരിചരണം കൊടുക്കണം, ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം? 30% ആളുകൾക്കെങ്കിലും എന്താണ് നല്ല ക്വാളിറ്റിയുള്ള ട്രീറ്റ്മെന്റ് കൊടുത്താൽ മാത്രമാണ് നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി ഇവർക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് the organization that commits to abide by NAB standards and applicable legal, statutory, regulatory requirements. പിന്നെ കൂടാതെ എന്താണ്, നാബ് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നുണ്ട് അല്ലെ. ലീഗൽ, സ്റ്റാറ്റ്യൂട്ടറി, റെഗുലേറ്ററി റിക്വയർമെന്റ്സുകൾ പറയുന്നില്ലേ. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് എടുത്തപ്പോഴും ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ, കീ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ പഠിച്ചില്ലേ. അതെന്താ, അതൊക്കെ എന്തായിരുന്നു? വെറുതെ മിസ്റ്റേക്ക് പറഞ്ഞാണോ? അല്ല, എന്തായിരുന്നു അപ്പൊ അത്? നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുന്ന സ്റ്റാൻഡേർഡുകളാണ് അല്ലെ. സ്റ്റാൻഡേർഡുകൾ ക്വാളിറ്റിയിൽ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചല്ലേ, നിയമപരമായ അല്ലെ നിയന്ത്രണങ്ങളൊക്കെ അല്ലെ. അപ്പൊ എന്താണ്, അങ്ങനെയുള്ള നാബിന്റെ ലീഗൽ, സ്റ്റാറ്റ്യൂട്ടറി, റെഗുലേറ്ററി റിക്വയർമെന്റ്സുകൾ എന്ത് പാലിക്കണം? ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ പാലിക്കാൻ സന്നദ്ധരായിരിക്കണം അല്ലെ. അല്ലെ അല്ല, നാബ് പറയുന്ന ഒരു ലീഗൽ ആയിട്ടുള്ളത് അവര് നിയമങ്ങളോ നടപടിക്രമങ്ങളോ ഫോളോ ചെയ്യാത്ത ആ ഹോസ്പിറ്റലുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റോ, രജിസ്റ്റർ ചെയ്യാൻ പറ്റോ നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി? പറ്റോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? നാബ് പറയുന്ന കാര്യങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിക്കാൻ തയ്യാറായ ആളുകൾ, തയ്യാറായ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാത്രമാണ് നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ യോഗ്യതയുള്ളത്. നെക്സ്റ്റ് പറയുന്നത് the health care organization should have implemented NAB standards in the HCO for minimum of 3 months. നാബിന്റെ സ്റ്റാൻഡേർഡുകൾ 3 മാസമെങ്കിലും ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ 3 മാസമെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടായിരിക്കണം, ആ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കിയിട്ടുണ്ടായിരിക്കണം. മിനിമം ആണ് കേട്ടോ, മിനിമം. നാബിന്റെ സ്റ്റാൻഡേർഡുകള് ആ രജിസ്റ്റർ ചെയ്യുന്ന അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ 3 മാസമെങ്കിലും ഹോസ്പിറ്റലിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? നോക്കിയേ, താഴെ പറയുന്ന കാര്യങ്ങളാണ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി ബാധകമായിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നത് എന്താണ്? ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്നാണല്ലേ പറയുന്നത്, HCO എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ എത്ര ബെഡ്സുകൾ വേണം നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി? 50 ബെഡ്. അപ്പൊ 50 ബെഡ്, 50 ആണല്ലേ, 30 ആണോ ടോം? 50 ബെഡ്, 50 ബെഡിൽ കുറവുള്ളവരെങ്കിൽ എന്താ? HCO ആണ് കേട്ടോ. അപ്പൊ എന്താ, 50 ബെഡിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത് വരുന്നത്, ഒരു ഹോസ്പിറ്റലില് പേഷ്യൻസിന് നൽകുന്ന ഗുണനിലവാരം നിർണ്ണയിക്കുന്നതിന് വേണ്ടി ഒരു മിനിമം പേഷ്യൻസ് വോള്യൂം ഉണ്ട്. അതെത്രയാണ്? 30%. ഇപ്പൊ 100% പേഷ്യൻസ്, എത്ര പേഷ്യൻസിനെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള കെയർ ലഭിച്ചിട്ടുണ്ടായിരിക്കണം? ഒരു 30% പേഷ്യൻസിനെങ്കിലും നല്ല ക്വാളിറ്റി കെയർ ട്രീറ്റ്മെന്റ് ലഭിച്ചിട്ടുണ്ടായിരിക്കണം. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത്, നാബ് പറയുന്ന എന്ത്?
ലീഗൽ ആയിക്കോട്ടെ, സ്റ്റാറ്റ്യൂട്ടറി ആയിക്കോട്ടെ, റെഗുലേറ്ററി റിക്വയർമെന്റ്സുകൾ പാലിക്കാൻ തയ്യാറായ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ, കമ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അത് ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നാബിന്റെ സ്റ്റാൻഡേർഡുകൾ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ 3 മാസമെങ്കിലും പ്രാവർത്തികമാക്കിയാൽ മാത്രമേ അവർക്ക് നാബിന്റെ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ആയോ? ഒരു മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ മിസ് ഫസ്റ്റ് മുതൽ കുറെ പറഞ്ഞില്ലേ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. പിന്നെ എന്താണ്? ഹോസ്പിറ്റലിൽ കമ്മിറ്റീസ് ഉണ്ടായിരിക്കണം അല്ലേ? കമ്മിറ്റീസ് ഉണ്ടായിരിക്കണം. ഹോസ്പിറ്റലിൽ മാനുവൽസ് ഉണ്ടായിരിക്കണം. 3 തരം മാനുവൽസ് ഉണ്ടായിരിക്കണം. അതൊക്കെ എന്താണ്? നാബിന്റെ നിയമങ്ങളല്ലേ? ആണോ? നിയമപരമായ കാര്യങ്ങളാണ് അല്ലെ? നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കേണ്ട നിയമപരമായ കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ മാത്രമാണ് എന്താണ് നാബിന്റെ മാനദണ്ഡങ്ങൾക്ക് എന്താണ് നാബിന് ഇങ്ങനെയുള്ള നിയമപരമായ അല്ലെങ്കിൽ ലീഗലി ഉള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഹോസ്പിറ്റലുകാർ മാത്രമാണ് എന്താണ് നാബിന്റെ അക്രഡിറ്റേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ, രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ. എലിജിബിലിറ്റി ഉള്ളോന്നോ, യോഗ്യതയുള്ളോന്നോ? ക്ലിയർ ആയോ? Next, these standards are to be used by whole organization and not for a certain services with the organization. ഈ സ്റ്റാൻഡേർഡുകൾ നാബ് പറയുന്ന ഈ സ്റ്റാൻഡേർഡുകൾ ഓർഗനൈസേഷന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഉപയോഗിക്കേണ്ടേ? സർട്ടൻ സർവീസുകൾക്ക് മാത്രമാണോ പറയുന്നത്? ഓർഗനൈസേഷന്റെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ ഒരു നിശ്ചിത സേവനങ്ങൾക്ക് മാത്രമാണോ നാബ് ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങള് അല്ലെങ്കിൽ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പറയുന്നത്? അല്ല അല്ലെ? ഒരു ഓർഗനൈസേഷന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് അല്ലെ നാബ് സ്റ്റാൻഡേർഡ് പറയുന്നത്. അപ്പൊ എന്താണ് നാബിന്റെ സ്റ്റാൻഡേർഡ് ഒരു ഓർഗനൈസേഷന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എല്ലാ സർവീസുകൾക്കും ബാധകമായിട്ടുണ്ട്. ഓർഗനൈസേഷൻ പ്രൊവൈഡ് മൾട്ടിപ്പിൾ സർവീസസ്. ഒരു ഓർഗനൈസേഷൻ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഒരു സർവീസ് മാത്രമാണോ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്? ആണോ? ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു സർവീസ് മാത്രമാണോ? അല്ല അല്ലെ? ഒരുപാട് സർവീസുകൾ ലഭിക്കുന്നുണ്ട്. മൾട്ടിപ്പിൾ സർവീസ് ആണ്. And the standards are equally applicable to all services within the health care organization. അതുകൊണ്ട് തന്നെ എന്താണ് ഹോസ്പിറ്റലിലെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലെ എല്ലാ സർവീസുകൾക്കും നാബിന്റെ ഈ സ്റ്റാൻഡേർഡ് അപ്ലിക്കബിൾ ആയിരിക്കണം അല്ലെ? ബാധകമായിരിക്കണം, പ്രാവർത്തികമായിരിക്കണം. ക്ലിയറായോ? ഇപ്പൊ നാബ് ICUലെ പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്, ഓപ്പറേഷൻ തിയേറ്ററിൽ പറയുന്നുണ്ട്, അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ഏതെങ്കിലും ഒരു സർവീസ് മാറ്റിയെടുക്കാൻ പറ്റുമോ? ഫാർമസിയിലും അനസ്തേഷ്യയിലും നാബിന്റെ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ നാബിന്റെ സ്റ്റാൻഡേർഡുകൾ പാലിക്കണ്ട എന്ന് പറയാൻ പറ്റുമോ ഹോസ്പിറ്റലുകാർക്ക്? ഇല്ല അല്ലേ? നാബിന്റെ സ്റ്റാൻഡേർഡുകൾ ഹോസ്പിറ്റലിലെ എല്ലാ സർവീസുകൾക്കും ഒരേപോലെ ബാധകമാണ്. ഓക്കെ, ക്ലിയർ ആയത്? ക്ലിയർ ആയോ ചാപ്റ്റർ? ഇത് ഒരു ഹോസ്പിറ്റലിന് നാബിന്റെ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടില്ലേ? അതിന്റെ ഒരു മോഡലാണ് കേട്ടോ തന്നിരിക്കുന്നത്. ഒരു മംഗള എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിന് ലഭിച്ചിരിക്കുന്ന നാബിന്റെ അക്രഡിറ്റേഷന്റെ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. നോക്കിയേ, ഇവർക്ക് കിട്ടിയിരിക്കുന്നത് പ്രീ അക്രഡിറ്റേഷൻ സർവീസ് ആണ് കേട്ടോ. എൻട്രി ലെവലില്
പ്രീ അക്രഡിറ്റേഷൻ സർവീസ് ആണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? ജസ്റ്റ് ഒരു നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം. നിങ്ങൾക്ക് കുറെ പറഞ്ഞല്ലോ നാബിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി അല്ലേ, അക്രഡിറ്റേഷന് വേണ്ടി ഇത്രയും ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് സ്റ്റാൻഡേർഡുകൾ ഹോസ്പിറ്റലുകാർ പാലിക്കുന്നത്. അപ്പൊ ആ നാബിന്റെ സർട്ടിഫിക്കറ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ തന്നിരിക്കുന്നത്. ഉണ്ടോ? ഈ ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് ഒരു 3 മിനിറ്റ് അത് വായിച്ചു നോക്കിയേ. മിസ്സിന്റെ ഈ ചാപ്റ്റർ തീർന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നോക്കി ഒന്ന് പെട്ടെന്നായിക്കോട്ടെ. നെക്സ്റ്റ് എടുക്കാം മിസ് കേട്ടാ. ഒരു 3 മിനിറ്റ് നോക്കിക്കോ. മിസ് എടുത്ത ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കോ. ഓക്കെ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ, ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ മിസ് ബാക്കി എടുക്കും. നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. നമുക്കറിയാം ഹോസ്പിറ്റലിൽ പല രീതിയിലുള്ള ഗ്യാസുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാണ് എക്സാമ്പിൾ ഒന്ന് പറഞ്ഞേ, ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നത് ഓരോന്ന്. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് മെഡിക്കൽ ഗ്യാസ്? ഓക്സിജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. സ്റ്റെറിലൈസേഷൻ ഉണ്ടോ? സ്റ്റെറിലൈസേഷൻ ഇല്ല. ക്ലീനിങ്, വാക്വം ഒക്കെ യൂസ് ചെയ്യും അല്ലെ ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലില് മെഡിക്കൽ എയർ ഇല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ്. മെഡിക്കൽ എയർ ഇല്ലേ? മെഡിക്കൽ എയർ. കേട്ടിട്ടുള്ളോ? ഓക്സിജന് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം കേട്ടിട്ടുള്ളോ? നമുക്ക് ഹോസ്പിറ്റലില് 7 ടൈപ്പ് ഗ്യാസുകളാണ് യൂസ് ചെയ്യുന്നത്. നൈട്രജൻ ഉണ്ട് അല്ലെ. ലോഫിംഗ് ഗ്യാസ് കേട്ടിട്ടുണ്ടോ? ലോഫിംഗ് ഗ്യാസ് കേട്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നതാണ്. എന്താണ് ലോഫിംഗ് ഗ്യാസ്? ഏതാണ് ലോഫിംഗ് ഗ്യാസ്? നൈട്രസ് സൾഫർ അല്ല, നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡ് അനസ്തേഷ്യക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് ലോഫിംഗ് ഗ്യാസ്. ഈ ഗ്യാസുകള് നമ്മൾ ഹോസ്പിറ്റലിൽ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? എന്തൊക്കെ പ്രൊസീജിയറിന്, എന്തൊക്കെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഗ്യാസുകൾ യൂസ് ചെയ്യുന്നുണ്ട്?
ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, ഓക്സിജൻ ഫോർ വെന്റിലേറ്റർ, എന്താണ് ട്രീറ്റ്മെന്റ്, ഡയഗ്നോസിസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മെഡിക്കൽ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം, അനസ്തേഷ്യക്ക് ഉപയോഗിക്കുന്നുണ്ട്. ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മെഡിക്കൽ ഡിവൈസുകൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഗ്യാസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ നമ്മൾ ഗ്യാസുകൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ്, ഗൈനക്കോളജി, ICU, വെന്റിലേറ്റർ, അങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെ, പല സർവീസുകൾക്ക് നമ്മൾ എന്താണ് ഗ്യാസുകൾ, മെഡിക്കൽ ഗ്യാസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ? പൊതുവെ നമ്മൾ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? സിലിണ്ടേഴ്സ് കണ്ടിട്ടുണ്ടോ? സിലിണ്ടർ അല്ലെ, ഓക്സിജൻ സിലിണ്ടർ അല്ലെ. ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് നേരിട്ട് പേഷ്യൻസിന് ഓക്സിജൻ കൊടുക്കും, അങ്ങനെയല്ലേ? ഇതെന്താണ് ഈ നമ്മുടെ ഈ മാനിഫോൾഡ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഔട്ട്ലെറ്റുകൾ വഴി, ഇൻലെറ്റുകൾ വഴിയൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഇപ്പൊ ICUലേക്കാണെങ്കിൽ ICUലേക്ക്, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പൈപ്പ് വഴി ഇത് കൊടുക്കില്ലേ, പൈപ്പ് വഴിയൊക്കെ. അതിനെയാണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ ICUവിന്റെ ഉള്ളില്, ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലൊക്കെ നമുക്ക് സിലിണ്ടേഴ്സ്, ഒരുപാട് സിലിണ്ടേഴ്സ് കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. ഗ്യാസ് കൊടുക്കാൻ വേണ്ടി, ഓക്സിജൻ കൊടുക്കാൻ, കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കാൻ ഇല്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? പൈപ്പ് ലൈൻ വഴി ഈ ഗ്യാസ് വേണ്ട എല്ലാ സ്ഥലത്തേക്കും, ഹോസ്പിറ്റലിലെ ഗ്യാസ് ഉപയോഗത്തിന് വേണ്ട എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചു കൊടുക്കുന്നതിനെയാണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് നോക്കി. പിന്നെ ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലില് കണ്ടിട്ടുണ്ടോ? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം കണ്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ ഈ പ്ലഗ്, സ്വിച്ച് ഒക്കെ വെക്കുന്നത് പോലെ ഇതാണ് ഔട്ട്ലെറ്റുകൾ. ഗ്യാസ് നമുക്ക് കിട്ടുന്ന, പേഷ്യൻസിന് കൊടുക്കാൻ കിട്ടുന്ന ഔട്ട്ലെറ്റുകളാണ് ഈ കാണുന്നത്. ഓക്സിജൻ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ. കണ്ടോ? അപ്പൊ ഇതിൽ എന്തിടും? ട്യൂബ് ഇട്ടുങ്ങാണ്ട്, ഹോസൊക്കെ ട്യൂബ് ഇട്ടുങ്ങാണ്ട് പേഷ്യൻസിന് നേരിട്ട് ലഭ്യമാക്കി കൊടുക്കും. അപ്പൊ നമുക്ക് സിലിണ്ടറിന്റെ ആവശ്യം വരുന്നുണ്ടോ? ആ പേഷ്യൻസ് കിടക്കുന്ന ഭാഗത്ത് സിലിണ്ടേഴ്സ് വെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നെബുലൈസേഷൻ ഒക്കെ ഉപയോഗിക്കാനായിട്ട് അല്ലെ വേണ്ട. എന്താണ്? ഈ ഔട്ട്ലെറ്റുകളിൽ നിന്ന് നേരിട്ട് പേഷ്യൻസിന് ഗ്യാസുകൾ ലഭ്യമാക്കാനായി സാധിക്കും. സെൻട്രലൈസ്ഡ് മനസ്സിലായോ? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്താണെന്ന്. ഇപ്പൊ നമ്മൾ സെൻട്രലൈസ്ഡ് AC ഫിറ്റ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ ഭാഗത്തും AC വേണോ? ഒരു പെർട്ടിക്കുലർ ഒരു ഏരിയയിൽ AC ഫിറ്റ് ചെയ്തിട്ട്, AC പോലെ എന്ത് ചെയ്യും? ഒരു AC ഫിറ്റ് ചെയ്ത്, വലിയ ഒരു AC ഫിറ്റ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും അതിന്റെ കൂളിംഗ് എത്തിച്ചു കൊടുക്കും അല്ലെ? ആണോ? അതേപോലെ എന്താണ്? ഒരു പെർട്ടിക്കുലർ ഏരിയയില് ഗ്യാസുകളൊക്കെ വെച്ച് കാണിട്ട് ഏത് ഭാഗത്തേക്കാണോ ഗ്യാസുകൾ ആവശ്യമായിട്ട്, ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ വേണം, ICUയിൽ വേണം അല്ലെ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വേണം, ഇൻപേഷ്യൻ ഡിപ്പാർട്ട്മെന്റിൽ വേണം അല്ലെ, എല്ലാ ഭാഗത്തേക്കും അവർക്ക് ആവശ്യമായ ഗ്യാസുകൾ പൈപ്പ് ലൈൻ വഴിയൊക്കെ എത്തിച്ചു കൊടുക്കുന്നതിനെയാണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം എന്ന് പറയുന്നത്. മൊഡ്യൂൾ 2 അല്ല, മൊഡ്യൂൾ 4 ആണ്. നെക്സ്റ്റ് നോക്കിയേ, ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. ചാപ്റ്റർ 5, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഇൻട്രൊഡക്ഷൻ. മെഡിക്കൽ ഗ്യാസസ് ആർ ഗ്യാസസ് അഡ്മിനിസ്ട്രേഡ് ടു പേഷ്യൻസ്. എന്താണ്? പേഷ്യൻസിന് നൽകുന്ന അല്ലെ, ഹോസ്പിറ്റലില് പേഷ്യൻസിന് നൽകുന്ന ഗ്യാസുകളെയാണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. Centralized medical gas system are increasingly turning out to be an essential requirement in hospital in the same way that never. Okay. Turning out to be an essential requirement in hospital in the same way that other necessary services and utilities like electricity,
വാട്ടർ ആൻഡ് എയർ കണ്ടീഷൻ. എന്താണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് അല്ലെ? ഇലക്ട്രിസിറ്റി, വാട്ടർ, എയർ കണ്ടീഷൻ ഒക്കെ ഹോസ്പിറ്റലിലൊക്കെ അല്ലെ? കറണ്ട്, വെള്ളം, അതേപോലെ തന്നെ എന്താണ് ഹോസ്പിറ്റലില് ഒഴിച്ചുകൂട്ടാനാവാത്ത അല്ലെ? നമുക്ക് അവോയ്ഡ് ചെയ്യാനായി സാധിക്കാത്ത ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള അല്ലെ? നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് മെഡിക്കൽ ഗ്യാസ്. ഒരു ഹോസ്പിറ്റലില് ഓക്സിജൻ ഇല്ല, അവിടുത്തെ പ്രവർത്തനം കറക്റ്റ് ആയിട്ട് നടക്കോ? ഓക്സിജൻ ഇല്ല, നൈട്രസ് ഓക്സൈഡ് ഇല്ല, ഇല്ല അല്ലെ? അപ്പൊ എന്താണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവർക്ക് എന്താണ് അവോയ്ഡ് ചെയ്യാൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് മെഡിക്കൽ ഗ്യാസ്. ക്ലിയറായത്? മെഡിക്കൽ ഗ്യാസസ് വിച്ച് ആർ ഗ്യാസസ് യൂസ്ഡ് ഇൻ മെഡിക്കൽ പ്രൊസീജിയേഴ്സ്. എന്താണ് നമ്മൾ മെഡിക്കൽ പ്രൊസീജിയേഴ്സിന് ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുന്ന ഗ്യാസസ് ആണ് അല്ലെ? എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ആർ യൂസ്ഡ് ഫോർ ട്രീറ്റ്മെന്റ്, ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അനസ്തേഷ്യ, ഫോർ അനസ്തേഷ്യക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് സം ഫോർ ഡ്രൈവിംഗ് മെഡിക്കൽ ഡിവൈസസ്, ചില മെഡിക്കൽ ഡിവൈസുകൾ പ്രവർത്തിപ്പിക്കാനായിട്ട്, ഡ്രൈവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടൂൾസ് ആയിട്ടും ഉപകരണങ്ങളായിട്ടും നമ്മൾ എന്താണ് മെഡിക്കൽ ഗ്യാസുകൾ യൂസ് ചെയ്യുന്നു. ഈ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ കുഴപ്പം, ബാക്കിയൊക്കെ സിമ്പിൾ ആണ്. നമുക്ക് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് ഒക്കെ ഇത് കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ചാപ്റ്റർ ആണ്, സിമ്പിൾ ചാപ്റ്റർ ആണ് കേട്ടോ, പേടിക്കണ്ട. ഒന്നുകൂടെ പറയാം മിസ്. മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞ എന്താ? പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന, നൽകുന്ന ഗ്യാസുകളെയാണ് മെഡിക്കൽ ഗ്യാസുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എന്താണ് അനസ്തേഷ്യക്ക് വേണ്ടി പേഷ്യൻസിന് നൽകാണ് അല്ലെ ഗ്യാസ്, നൈട്രസ് ഓക്സൈഡ് അല്ലെ? പിന്നെന്താണ് നെബുലൈസേഷൻ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രീത്തിങ്ങിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കൂലേ നമ്മ ബ്രീത്തിങ് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ കൊടുക്കും, മെഡിക്കൽ എയർ കൊടുക്കും ഇല്ലേ? കൊടുക്കോ? അപ്പൊ എന്താണ് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന, നൽകുന്ന ഗ്യാസുകളെയാണ് മെഡിക്കൽ ഗ്യാസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? രണ്ടാമത് പറയുന്നത് എന്താണ്? നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളായ ഇലക്ട്രിസിറ്റി, വാട്ടർ, എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞ പോലെ എന്താണ് നമുക്ക് ഹോസ്പിറ്റലില് നമുക്ക് എന്താണ് അവോയ്ഡ് ചെയ്യാൻ കഴിയാത്ത ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് മെഡിക്കൽ ഗ്യാസസ്. ഒരു ഹോസ്പിറ്റലിൽ ഓക്സിജൻ ഇല്ല, അവിടുത്തെ പ്രവർത്തനങ്ങൾ കറക്റ്റ് ആയിട്ട് നടക്കോ? വെന്റിലേറ്റർ പ്രവർത്തനങ്ങള്, ഐസിയുവിലെ പ്രവർത്തനങ്ങള് നടക്കോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഓക്സിജൻ ഇല്ലാത്ത ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം ഇല്ല അല്ലെ? അതെന്താണ് എസെൻഷ്യൽ ആയിട്ടുള്ളതല്ലേ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഗ്യാസസ് എന്ന് പറഞ്ഞാല്. അപ്പൊ എന്താണ് ഹോസ്പിറ്റലില് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയാത്ത എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ്സ് ആണ് മെഡിക്കൽ ഗ്യാസസ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? നമ്മൾ പല മെഡിക്കൽ പ്രൊസീജിയേഴ്സിനും മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ചികിത്സയ്ക്ക് വേണ്ടി ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, അനസ്തേഷ്യ നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താണ് മെഡിക്കൽ ഡിവൈസുകൾ ഒരുപാട് ഡിവൈസുകൾ ഉണ്ട്, ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സുകൾ, ഡിവൈസുകൾ. അപ്പൊ അതിനുള്ള ഡിവൈസുകൾ പ്രവർത്തിപ്പിക്കാനായി എന്താണ് നമ്മൾ ഗ്യാസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ടൂൾസ് ആയിട്ടും മെഡിക്കൽ ഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയത്? ഓരോ ഗ്യാസുകൾ പറയുമ്പോൾ കുറച്ചും കൂടി ക്ലാരിഫൈ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയുമ്പോ ക്ലിയർ ആവും കേട്ടോ. ഫോർത്ത് മൊഡ്യൂൾ ആണ് കേട്ടോ ഇത്. നെക്സ്റ്റ് മെഡിക്കൽ ഗ്യാസ് യൂസ് ഏരിയാസ് ഇൻ ഹോസ്പിറ്റൽ. മെഡിക്കൽ ഗ്യാസ് ഹോസ്പിറ്റൽ ഏതൊക്കെ ഏരിയാസിലാണ് ഉപയോഗിക്കുന്നത്? ഏതൊക്കെ ഏരിയാസിൽ ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞേ? നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ്, പറഞ്ഞേ എവിടേക്ക് ഉപയോഗിക്കുന്നുണ്ട്? ഓക്കെ, ഐസിയിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ?
ICCU ICU ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അവിടെ മാത്രം ഉപയോഗിക്കുന്നുള്ളൂ, എല്ലാവർക്കും ICU മാത്രമുള്ളൂ. ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്നുണ്ട്. റൂംസിലില്ലേ ആംബുലൻസോ, വാർഡ്സിലുണ്ട്, റൂമുകളില്ല റൂംസിലുണ്ട്. പിന്നെ എവിടെയാണ് റിക്കവറി റൂംസ് അല്ലെ, സർജറി ഒക്കെ കഴിഞ്ഞല്ലേ പേഷ്യൻസിനെ കിടത്തുന്ന റിക്കവറി റൂംസിലെ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഗൈനക്കോളജി സെക്ഷനിലുണ്ടോ? ഗൈനക്കോളജി വാർഡുകളില് ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വാർഡ് അല്ലേ, നോർമൽ വാർഡുകളിൽ അല്ലെ, ജനറൽ വാർഡുകളിലുണ്ട്. നോക്കിയേ, ദ ഡിപ്പാർട്ട്മെന്റ്സ് ദാറ്റ് യൂസ് മെഡിക്കൽ ഗ്യാസസ് ഇൻ ഹോസ്പിറ്റൽ കൺസിസ്റ്റ് ഓഫ്, എന്താണ് മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്ന ഏരിയാസ്, ഹോസ്പിറ്റൽ ഏരിയാസ് ഏതൊക്കെയാണ്? റൂംസ് അല്ലെ, റൂമുകളില് റിക്കവറി റൂം, എന്താണ് സർജറി ഒക്കെ കഴിഞ്ഞാട്ട് പേഷ്യൻസിനെ കിടത്തുന്ന സ്ഥലം, അങ്ങനെയുള്ള സർജറി റൂം CPR കൊടുക്കുക അല്ലെ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി സെക്ഷനിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് അല്ലെ, രോഗനിർണയത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. രോഗനിർണയ നടപടിക്രമങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇന്റർവെൻഷൻ ഏരിയാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചികിത്സ നടത്തുന്ന ഏരിയാസ് അല്ലെ, പേഷ്യൻസിന് ചികിത്സ നടക്കുന്ന ഏരിയാസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വാർഡ് അല്ലെ, എന്താണ് പ്രസവാനന്തര ട്രീറ്റ്മെന്റുകൾ, പ്രസവ സംബന്ധമായ ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തുന്ന ഏരിയാസിൽ വാർഡുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ICU ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. ജനറൽ വാർഡ്സ് എക്സെട്ര, ജനറൽ വാർഡുകളിൽ മറ്റു പല സ്ഥലങ്ങളിലും ഗ്യാസുകൾ, മെഡിക്കൽ ഗ്യാസുകൾ ഉപയോഗിക്കുന്നുണ്ട്. എക്യുപ്മെന്റ് ഈസ് കണക്റ്റഡ് ടു ദി മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ സിസ്റ്റം വിയ സ്റ്റേഷൻ ഔട്ട്ലെറ്റ്, എന്താണ് മെഡിക്കൽ ഗ്യാസ് എക്യുപ്മെന്റ് എന്തുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈനിലെ ഔട്ട്ലെറ്റുകളിൽ, വിയ സ്റ്റേഷൻ ഔട്ട്ലെറ്റുകളിലാണ് ഈ എക്യുപ്മെന്റുകൾ ഘടിപ്പിക്കുന്നത്. ക്ലിയർ ആയോ? ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. മിസ് പതുക്കെ ഒന്ന് തുടങ്ങുന്നുള്ളൂ. നമുക്ക് ഫസ്റ്റ് ആ സെക്ഷൻ ഒന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലായിരുന്നു. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ബാക്കി എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.